وفي أنفسكم أفلا تبصرون. നിങ്ങളിൽ തന്നെയും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾക്ക് ആവശ്യമായ കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകളുള്ള ഫോസ്ഫറസും വലിയൊരു ആണിയിലെ ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമായ ചുണ്ണാമ്പും അല്പം സൾഫറും മഗ്നീഷ്യവുമെല്ലാം ശരിയായ അനുപാതത്തിൽ കൂടിക്കൊഴിച്ചാൽ മനുഷ്യ ശരീരമായി മാറി. തത്വശാസ്ത്രജ്ഞനായ CEM ജോർജ് ഒരിക്കൽ പറഞ്ഞതാണിത്. കുറേ രാസപദാർത്ഥങ്ങൾ ചേർന്നതാണ് മനുഷ്യനെങ്കിലും അത്യധികം സങ്കീർണവും അതോടൊപ്പം അത്ഭുതകരവുമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുന്തോറും അതിനു പിന്നിലെ മഹാശക്തിയെക്കുറിച്ച് മനുഷ്യന് ബോധ്യമാവും. എന്നാൽ പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ സ്വന്തം ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതിയെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യന്റെ പിറവിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിവരിച്ച കാര്യങ്ങളെ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നു. അക്ഷരം പോലും അറിയാത്ത പ്രവാചകൻ പ്രബോധനം ചെയ്ത ഖുർആനിൽ ഈ വസ്തുതകൾ എങ്ങനെ എത്തി? ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നതിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ ഭ്രൂണത്തെ പരാമർശിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് അലക്ക് എന്ന പദമാണ്. എന്തിലെങ്കിലും ഒട്ടിപ്പിടിക്കുകയോ പറ്റിച്ചേരുകയോ ചെയ്യുന്ന വസ്തുവെന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഭ്രൂണം വളരുന്നത്. പുതിയ കോശങ്ങളും കലകളുമെല്ലാം ഉണ്ടാക്കുന്നത് ഇങ്ങനെ പറ്റിപ്പിടിച്ചുകൊണ്ടു തന്നെ. യഥാർത്ഥത്തിൽ ഭ്രൂണത്തിന്റെ കുഞ്ഞാകുവാൻ വേണ്ടിയുള്ള വളർച്ച തുടങ്ങുന്നത് തന്നെ ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചതിന് ശേഷമാണ്. 24 ദിവസം പ്രായമെത്തിയ ഭ്രൂണത്തിന് അട്ടയുടെ രൂപമായിരിക്കും. അട്ടയ്ക്ക് അറബി ഭാഷയിൽ അലക്ക് എന്നാണ് പറയുക. ഭ്രൂണത്തിന്റെ രൂപം പോലും ഖുർആൻ വെളിപ്പെടുത്തുന്നുണ്ട്. ശാസ്ത്രമോ ശസ്ത്രക്രിയയോ വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലത്താണ് ഖുർആൻ ഭ്രൂണത്തെ പറ്റിപ്പിടിക്കുന്നത് എന്നും അട്ടയുടെ രൂപം എന്നും പരിചയപ്പെടുത്തുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകൻ ആ അറിവ് ലഭിക്കുക സാധ്യമല്ല. എല്ലാം അറിയുന്ന അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അത് നമ്മെ അറിയിക്കുകയായിരുന്നു. ഖുർആൻ പറയുന്നു, അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ ثم كان علقة فخلق فسوى. ഗർഭാശയത്തിൽ തെറിപ്പിക്കപ്പെട്ട നിസ്സാരമായ ശുക്ലകണമായിരുന്നില്ലേ അവൻ? പിന്നീടവൻ ഒരു രക്തപിണ്ഡമായി. അനന്തരം അള്ളാഹു അവന്റെ ദേഹം സൃഷ്ടിച്ചു, അവയവങ്ങൾ സംവിധാനിച്ചു. വളരെ കട്ടിയുള്ള 3 പേശീപാളികൾ കൊണ്ടാണ് ഗർഭപാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റു 2 ഭിത്തിയുടെ സംരക്ഷണം കൂടി ഗർഭസ്ഥ ശിശുവിന് ലഭിക്കുന്നുണ്ട്. ഒന്ന് അടിവയറിന്റെ ഭിത്തിയാണ്. അത് ക്ഷതങ്ങളിൽ നിന്നും മറ്റും ഭ്രൂണത്തെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തേത് ശിശുവിനെ പൊതിഞ്ഞു കിടക്കുന്ന കോറിയോൺ, ആംനിയോൺ തുടങ്ങിയ പാടകളും അത് ഉൾക്കൊള്ളുന്ന പ്ലാസെന്റയുമാണ്. ഭ്രൂണത്തിന്റെ ദേഹത്ത് വെളിച്ചം തട്ടുന്നത് അതിന്റെ വളർച്ചയെ തടയും. വെളിച്ചത്തിൽ നിന്ന് ഭ്രൂണത്തെ സംരക്ഷിക്കുന്നത് ഈ ഭിത്തികളാണ് എന്നതിലാണ് ഖുർആൻ അവയെ ഇരുട്ടുകൾ എന്ന് പറയുന്നത്. 3 ഇരുട്ടുകൾക്കുള്ളിൽ വെച്ചാണ് ഭ്രൂണ വളർച്ച നടക്കുന്നതെന്ന വസ്തുത വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3. ഒരൊറ്റ ജീവനിൽ നിന്ന് നിങ്ങളെ പടച്ചതും അവൻ തന്നെയാകുന്നു. പിന്നെ ആ ജീവനിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ ഉണ്ടാക്കി. നിങ്ങൾക്കു വേണ്ടി കാലികളിൽ നിന്നുള്ള 8 ഇണകളെ സൃഷ്ടിച്ചു. അവൻ മാതാക്കളുടെ ഉദരങ്ങളിൽ 3 ഇരുട്ടുകൾക്കുള്ളിൽ നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി രൂപപരിണാമം ചെയ്തെടുക്കുന്നു. ഒരു കുഞ്ഞു ജനിക്കുന്നത് ശരീരത്തിൽ 350 എല്ലുകളോട് കൂടിയാണ്. എന്നാൽ പ്രായപൂർത്തിയാകുമ്പോഴേക്കും അവയുടെ എണ്ണം 206 തീരും. ജനിക്കുമ്പോൾ പലതായി കിടന്നിരുന്ന പല അസ്ഥികളും പിന്നീട് യോജിച്ചു ചേരും.
5 ആഴ്ച പ്രായമായാൽ ഭ്രൂണത്തിൽ അസ്ഥികൾ ഉണ്ടാവാൻ ആരംഭിക്കും. ഈ സമയത്തു തന്നെ കൈവിരലുകളിലെ അസ്ഥി മങ്ങിയ തോതിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പിന്നീട് മെല്ലെ മെല്ലെ അസ്ഥികൂടത്തിന്റെ പ്രാഥമിക രൂപം ഉടലെടുക്കും. ഈ അസ്ഥിയിൽ മാംസപേശികൾ പൊതിയപ്പെടുമ്പോഴാണ് രൂപം തെളിഞ്ഞ മനുഷ്യ ശിശു ഉണ്ടാവുന്നത്. ഭ്രൂണ വളർച്ചയുടെ ഘട്ടങ്ങളെല്ലാം തന്നെ ദൈവിക നിയമങ്ങൾക്ക് അനുസൃതമായാണ് നടക്കുന്നതെന്ന വസ്തുത അതിനെക്കുറിച്ച് പഠിക്കുന്നവരെല്ലാം അംഗീകരിച്ചു പോകും. ബീജസൃഷ്ടി മുതൽ പ്രസവം വരെയുള്ള ഘട്ടങ്ങൾ എത്രത്തോളം സൂക്ഷ്മവും ആസൂത്രവുമായാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെ ഓരോ ഘട്ടത്തിലും അതിബുദ്ധിമാനായ ഒരു സംവിധായകന്റെ ശക്തി കാണാൻ കഴിയും. പ്രത്യുൽപാദനത്തിന് പിന്നിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നവർ തീർച്ചയായും അതിനു പിന്നിലൊരു പരാശക്തിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയും. ഖുർആൻ പറയുന്നു, ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പിന്നീട് ആ രേതസ്കണത്തെ രക്തപിണ്ഡമാക്കി, അനന്തരം രക്തപിണ്ഡത്തെ മാംസമാക്കി, പിന്നെ മാംസത്തെ അസ്ഥികളാക്കി, എന്നിട്ട് ആ അസ്ഥികളെ മാംസം പൊതിഞ്ഞു. അനന്തരം അതിനെ തികച്ചും മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. അള്ളാഹു വളരെ അനുഗ്രഹമുടയവൻ തന്നെ. 27 ദിവസം കഴിഞ്ഞ ഭ്രൂണത്തെ കണ്ടാൽ ചവച്ചു തുപ്പിയ മാംസക്കഷ്ണമാണെന്നേ തോന്നൂ. അത് ക്രമഹരിതമായ പ്രതലങ്ങളുള്ള മൃദുലമായ മാംസപിണ്ഡമാണ്. ഈ പ്രതലത്തിൽ ചവച്ചു തുപ്പിയതുപോലെ തോന്നുന്ന പല്ലടയാളങ്ങൾ പോലും ഉണ്ടായിരിക്കും. ഈ അവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുവാൻ ഖുർആൻ ഉപയോഗിക്കുന്നത് മുതുക എന്ന പദമാണ്. ചവച്ചരയ്ക്കപ്പെട്ടത് എന്നാണ് മുതുക എന്ന പദത്തിൻ്റെ അർത്ഥം. 27 ദിവസം കഴിഞ്ഞ ഭ്രൂണത്തെ വിശേഷിപ്പിക്കുവാൻ ഇതിലും അനുയോജ്യമായ വേറെ പദങ്ങളൊന്നുമില്ല. 20 സെന്റിമീറ്റർ വ്യാസവും 1 ഇഞ്ച് കട്ടിയുമുള്ള വൃത്താകൃതിയിലുള്ള പരന്ന ഒരപ്പം പോലെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ മറുപിള്ളയുണ്ടാവുക. ഇതിൽ നിന്നാണ് പൊക്കിൾ കുടി പുറപ്പെടുന്നത്. മാതൃശരീരത്തിൽ നിന്ന് പോഷണവും ഓക്സിജനും പേറിക്കൊണ്ട് സിരയിലൂടെ രക്തം ഭ്രൂണ ശരീരത്തിലേക്കും വിസർജ്യ വസ്തുക്കളടങ്ങിയ രക്തം ധമനികളിലൂടെ ഭ്രൂണത്തിൽ നിന്ന് മറുപിള്ളയിലേക്കും ഒഴുകുന്നു. മാതാവിന്റെ രക്തത്തിലെ എല്ലാ വസ്തുക്കളെയും ഭ്രൂണത്തിലേക്ക് കടക്കാൻ മറുപിള്ള അനുവദിക്കുകയില്ല. ഭ്രൂണത്തിന് ആവശ്യമുള്ളവ മാത്രം കടത്തിവിടുന്ന അരിപ്പയായി മറുപിള്ള പ്രവർത്തിക്കും. ഭക്ഷണ വസ്തുക്കളെ ഭ്രൂണത്തിലെത്തുവാൻ മറുപിള്ള അനുവദിക്കുമ്പോൾ മരുന്നുകളിൽ മിക്കതിനെയും അത് കടത്തിവിടുന്നില്ല. ബാക്ടീരിയകളിലും വൈറസുകളിലും ഭൂരിപക്ഷത്തെയും മറുപിള്ള അകത്തു കടക്കാൻ അനുവദിക്കുകയില്ല. മാതാവിന്റെ ശരീരത്തിലെ ആന്റിബോഡികളെ കടന്നു പോകാൻ മറുപിള്ള അനുവദിക്കുന്നതിനാൽ മാതാവിന്റെ രോഗപ്രതിരോധ ശേഷി ജനിച്ച് ഏതാനും മാസങ്ങളോളം കുഞ്ഞിലും നിലനിൽക്കും. 265 ദിവസമാണ് മറുപിള്ളയുടെ ആയുസ്. അതിനുശേഷം കുഞ്ഞ് ഭൂമിയിലേക്ക് വരും. ഇത്രയും കാലം മാത്രമേ മറുപിള്ള ഭ്രൂണത്തെ അനുസരണയോട് കൂടി സേവിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കുഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ ജനിക്കാൻ വൈകുകയാണെങ്കിൽ ഓക്സിജനും ഭക്ഷ്യവസ്തുക്കളും കടത്തിവിടാൻ മറുപിള്ള മടിക്കും. അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കും. മനുഷ്യ ശരീരത്തിലെ മഹാ അത്ഭുതമാണ് ഹൃദയം. രക്തം പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങളിലേക്കും ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുക എന്ന ജീവൽ പ്രധാനമായ ദൗത്യമാണ് ഹൃദയം നിർവഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനു പിന്നിലെ സൃഷ്ടാവിനെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. മാലിന്യങ്ങളിൽ നിന്നും ശരീരത്തെ ശുദ്ധിയാക്കി നിലനിർത്തുകയാണ് വൃക്കകളുടെ ധർമ്മം. ശരീരത്തിൽ രൂപപ്പെടുന്ന അമോണിയയും യൂറിയയുമെല്ലാം വിഷങ്ങളാണ്. അവയെ രക്തത്തിൽ നിന്ന് അരിച്ചെടുത്ത് പുറം തള്ളാൻ വൃക്കകൾ സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മാതാവ് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒരംശം പൊക്കിൾക്കൊടിയിലൂടെ ലഭിച്ചു കൊണ്ടിരുന്ന കാലം കഴിഞ്ഞു. ഇനി സ്വന്തമായി ഭക്ഷണം തേടിപ്പിടിച്ച് കഴിക്കണം. എന്തെങ്കിലും ആഹാരം ലഭിക്കുവാൻ വേണ്ടിയുള്ള സിഗ്നലാണ് കുഞ്ഞിന്റെ കരച്ചിൽ.
കരയുമ്പോൾ തൊണ്ട വരളാതിരിക്കുവാൻ സൃഷ്ടാവ് തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് കുട്ടി കരയുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക എന്നത്. കണ്ണിൽ പൊടിയുന്ന കണ്ണുനീർ ഇതുവഴി തൊണ്ടയിലേക്ക് ഇറക്കുവാൻ കുഞ്ഞിന് സാധിക്കുന്നു. കൺപോളകൾ അടക്കുമ്പോൾ മൂക്കിനടുത്തുള്ള പീളക്കുഴിയിലൂടെ കണ്ണുനീർ മൂക്കിനുള്ളിലേക്ക് അരിച്ചിറങ്ങുകയും തൊണ്ട വരളാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിറന്നു വീണ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രമേൽ കരുതലുള്ള റബ്ബ് അത്യന്തം പരിശുദ്ധനത്രേ. وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون